ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. എറണാകുളം ജില്ലയിലെ ആയുഷ് ആരോഗ്യ സ്വാസ്ഥ്യ കേന്ദ്രങ്ങളായ 12 ഗവൺമെന്റ് ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികൾക്ക് ദേശീയ അംഗീകാരമായ NABH എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ ലഭിച്ചു. നാഷണൽ ആയുഷ് മിഷന്റെ നേതൃത്വത്തിലാണ് ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. ആയുർവേദ ഡിസ്പെൻസറികളായ തൃക്കാക്കര, ഇളങ്കുന്നപ്പുഴ, എടവനക്കാട്, വല്ലാർപാടം, തുരുത്തിക്കര, കീഴ്മാട്, പായിപ്ര, മലയാറ്റൂർ എന്നിവ കൂടാതെ ഹോമിയോ ഡിസ്പെൻസറികളായ മരട്, മോനപ്പിള്ളി, വടവുകോട്, കുമ്പളങ്ങി എന്നിവയാണ് ഈ അംഗീകാരത്തിന് അർഹമായത്. ജില്ലയിലെ എല്ലാ ആയുഷ് ആരോഗ്യ സ്വാസ്ഥ്യ കേന്ദ്രങ്ങളെയും 4 ഘട്ടങ്ങളായി NABH നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുവരികയാണ്. മഴുവന്നൂർ പഞ്ചായത്തിലെ ബ്ലാന്തേവർ പാടശേഖരം കൃഷിപ്പെരുമ വീണ്ടെടുക്കാൻ തയ്യാറെടുക്കുന്നു. 3 പൂ കൃഷി ചെയ്തിരുന്ന പാടശേഖരം അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്താൽ വർഷങ്ങളായി തരിശായി കിടക്കുകയായിരുന്നു. 150 ഏക്കർ വരുന്ന പാടശേഖരത്തിൽ കൃഷി നടത്താൻ സംസ്ഥാന ഗവൺമെന്റ് 1,15 ലക്ഷം രൂപ അനുവദിച്ചു. നീർത്തട വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് പാടശേഖരത്തിലെ തോട് സംരക്ഷണം, നീർച്ചാലുകളുടെ സംരക്ഷണം, നീരൊഴുക്ക് സുഗമമാക്കൽ, കൃഷി പുഷ്ടിപ്പെടുത്തൽ, മണ്ണൊലിപ്പ് തടയൽ, മഴക്കുഴികളുടെ നിർമ്മാണം എന്നിവ നടപ്പാക്കും. മഹാകവി G. ശങ്കരക്കുറുപ്പിന് സ്മാരകമായി കൊച്ചി കോർപ്പറേഷൻ നിർമ്മിക്കുന്ന സ്മാരക മന്ദിരത്തിന്റെ നിർമ്മാണം അടുത്ത മാസം പൂർത്തിയാകും. ഹൈക്കോടതിക്ക് സമീപം പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക മന്ദിരത്തിന് അരികിലുള്ള 25 സെന്റ് സ്ഥലത്താണ് സ്മാരകം തയ്യാറാകുന്നത്. 5 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് 3000 ചതുരശ്ര അടിയിൽ സ്മാരക മന്ദിരം നിർമ്മിച്ചത്. സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരമുള്ള CSML ഫണ്ട്, അമൃത് ഫണ്ട്, കോർപ്പറേഷൻ ഫണ്ട് എന്നിവ ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. കെട്ടിടത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ ജോലികളും ഏറെക്കുറെ പൂർത്തിയായി. ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന ജോലികളും സീലിംഗ് പണികളും മറ്റുമാണ് ഇനി ബാക്കിയുള്ളത്. കാവുകളുടെ മാതൃകയിൽ ചെറുവനങ്ങൾ സൃഷ്ടിക്കുന്ന ജപ്പാനീസ് രീതിയായ മിയാവാക്കി വനങ്ങൾ സൃഷ്ടിക്കുന്നതിനായി സ്ഥലത്ത് മണ്ണൊരുക്കൽ ആരംഭിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ സാക്ഷരത നേടിയ എറണാകുളം ജില്ലയിലെ ആദ്യ പഞ്ചായത്തായി ശ്രീമൂലനഗരം മാറി. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ മുറ്റം പദ്ധതിയിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചത്. പഞ്ചായത്തിലെ 2008 പേർക്ക് ഡിജിറ്റൽ സാക്ഷരതാ ക്ലാസുകൾ നൽകി അവരെ മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് എന്നിവ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതിനായി പ്രാപ്തരാക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിട്ടത്. ഇവരെ സർവേയിലൂടെ കണ്ടെത്തുകയായിരുന്നു. 150 ഇൻസ്ട്രക്ടർമാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും കൈറ്റിന്റെ സാങ്കേതിക സഹായം പ്രയോജനപ്പെടുത്തി ക്ലാസുകൾ സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് ഈ മുറ്റം പദ്ധതിയിലൂടെ ഡിജിറ്റൽ സാക്ഷരത നേടിയ 2ാമത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കൂടിയാണ് ശ്രീമൂലനഗരം പഞ്ചായത്ത്. കളമശ്ശേരി പ്രദേശത്തെ 3ാമത്തെ കേര ഗ്രാമമാക്കാൻ തയ്യാറെടുക്കുകയാണ് കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത്. 26 ലക്ഷത്തോളം രൂപ ചെലവിൽ 250 ഏക്കർ സ്ഥലത്ത് ഉൽപാദനക്ഷമതയുള്ള തെങ്ങുകൾ പദ്ധതി പ്രകാരം വച്ചുപിടിപ്പിക്കും. ഇതിന്റെ പ്രാരംഭഘട്ട പ്രവർത്തനത്തിന്റെ ഭാഗമായി പഞ്ചായത്തിലെ 21 വാർഡുകളിലെ ഗ്രാമസഭകളിൽ കേര ഗ്രാമം പദ്ധതി അവതരിപ്പിച്ചു. വാർഡ് തല, പഞ്ചായത്ത് തല കേര സമിതികൾ ഇതിനായി രൂപീകരിച്ചിട്ടുണ്ട്. പൂർണ്ണ ജനപങ്കാളിത്തത്തോടെയാണ് 3 വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതി പ്രവർത്തനങ്ങൾ കടുങ്ങല്ലൂരിൽ നടപ്പാക്കുന്നത്. കഴിഞ്ഞ മാസം അവസാനം വരെയുള്ള കണക്കുകൾ പ്രകാരം പദ്ധതിയുമായി ബന്ധപ്പെട്ട 8132 അപേക്ഷകൾ കടുങ്ങല്ലൂർ കൃഷിഭവനിൽ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ജില്ലയിൽ കേരഗ്രാമം പദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെട്ട ആലങ്ങാട്, കരുമാലൂർ എന്നിവിടങ്ങളിൽ പദ്ധതി പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം വിനോദസഞ്ചാരികൾക്ക് അറബിക്കടലിന്റെ മനോഹാരിത ആസ്വദിക്കാൻ നാളെ മുതൽ അവസരമൊരുക്കുകയാണ് നെഫർടിറ്റി ക്രൂസ് കപ്പൽ. അറ്റകുറ്റപ്പണികൾക്കായി കുറേ നാളായി ഗോവയിലായിരുന്നു KSINCയുടെ ഉടമസ്ഥതയിലുള്ള കപ്പൽ. ചുരുങ്ങിയ ചെലവിൽ സുരക്ഷിതമായി അറബിക്കടലിന്റെ വശ്യമനോഹാരിത ആസ്വദിക്കാനുള്ള അവസരമാണ് കപ്പൽ ഒരുക്കുന്നത്. 48 മീറ്റർ നീളവും 15 മീറ്റർ വീതിയുമുള്ള ശീതീകരിച്ച കപ്പലാണ് നെഫർടിറ്റി. 200 പേർക്ക് ഇരിക്കാവുന്ന ബാങ്ക്വറ്റ് ഹാൾ, റെസ്റ്റോറന്റ്, ലോഞ്ച് ബാർ, 3D തിയേറ്റർ, കുട്ടികൾക്കുള്ള കളിസ്ഥലം, സൺ ഡെക്ക് തുടങ്ങിയ സൗകര്യങ്ങൾ കപ്പലിലുണ്ട്. ബിസിനസ് മീറ്റ്, ജന്മദിനം, എൻഗേജ്മെന്റ് തുടങ്ങിയ ആഘോഷങ്ങൾക്കും അനുയോജ്യമാണ് കപ്പൽ. നിങ്ങൾ കേട്ടത് എറണാകുളം ജില്ലാ വൃത്താന്തം. തയ്യാറാക്കിയത് ആകാശവാണി ലേഖകൻ R. രാജ്മോഹൻ. അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ.